ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓട്ടോറിക്ഷയുടെ മീറ്റർ റിന്യൂ ചെയ്യുമ്പോൾ പുതുക്കുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ അപ്പോൾ തന്നെ പേപ്പർ സീൽ ചെയ്ത് തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗൽ മെട്രോളജിയിൽ നിന്നും പറയുന്നത് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അക്ഷയയിൽ പോയാൽ ആ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് അക്ഷയയിൽ പോകാതെ തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഓൺലൈനിൽ കൂടി ആ പേപ്പർ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ പേപ്പർ നമുക്ക് ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ പോയാൽ അതിൻ്റെ കോപ്പി പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനിൽ കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ശേഷം സെർച്ച് ബാറിൽ LMOMS LMOMS എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. കറക്റ്റായിട്ടത് നോക്കുക. അപ്പോൾ ആദ്യം കാണുന്ന LMOMS പോർട്ടൽ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴോട്ട് വരുമ്പോൾ അവിടെ ഇവിടെ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ വെരിഫിക്കേഷൻ ലോഗിൻ ആ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തു ശേഷം ഇങ്ങനൊരു പേജ് വരും. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് മാത്രം മതിയല്ലോ. അതിനായിട്ട് ഏറ്റവും താഴെയായി കാണുന്ന ഗസ്റ്റ് ലോഗിൻ എന്ന ഭാഗം കണ്ടില്ലേ, ആ ഗസ്റ്റ് ലോഗിൻ എന്ന ഭാഗത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അവിടെ ഗസ്റ്റ് ലോഗിൻ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത ആ മൊബൈൽ നമ്പർ തന്നെ വേണം ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. വേറെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പാടില്ല. ആ സെയിം നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. ഞാൻ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം എൻ്റർ ക്യാപ്ച എന്ന ഭാഗത്ത് താഴെയായിട്ട് ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്ന ക്യാപ്ച 2+3 എന്നാണ്. അതിൻ്റെ ആൻസർ 5 ഞാൻ ആൻസറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ വരുന്നത് അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ അവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2+3 എന്നുള്ള 5 എന്നുള്ള ഉത്തരമാണ്. ആ ഉത്തരം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എൻ്റർ ക്യാപ്ച എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം അവിടെ 5 ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം വെരിഫിക്കേഷൻ OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. അത് നിങ്ങളിവിടെ എനിക്കിപ്പോൾ ഇവിടെ ഒരു OTP വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് തെറ്റാതെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇതിപ്പോൾ എൻ്റെ OTP ടൈപ്പ് ചെയ്യുകയാണ്. ശേഷം ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നീല കളറിലുള്ള ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ എൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ID, നെയിം, അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാറ്റസ് എന്നുള്ളത് അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നത് അതായത് 10 ദിവസം കഴിഞ്ഞ് നിങ്ങളിത് ചെക്ക് ചെയ്യാവൂ. നിങ്ങളുടെ മീറ്റർ റിന്യൂ ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്യാവൂ. കാരണം അവരിത് നമ്മുടെ ഓൺലൈനിൽ അടിച്ച് കയറ്റിയാൽ മാത്രമേ നമുക്കിവിടെ അപ്രൂവൽ എന്ന് കാണിക്കുള്ളൂ. എൻ്റെ അതിപ്പോൾ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മീറ്റർ റിന്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ശേഷം ഇവിടെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഡീറ്റെയിൽ കംപ്ലീറ്റ് കാണാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല ഡൗൺലോഡ് അപ്രൂവൽ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. നമ്മുടെ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ റെഡ് കളറിൽ കുറേ അക്കങ്ങൾ കണ്ടില്ലേ, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോം നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാനവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഈ ഫോം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഈ ഫോം ഇവിടെ ഡൗൺലോഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് പറയാം. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. വാലിഡിറ്റി അപ് ടു എന്നുള്ള ഭാഗത്ത് കണ്ട ആ ഡേറ്റ് വരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത വെരിഫിക്കേഷൻ എന്നാണെന്നുള്ളത് കാണാൻ സാധിക്കും. 2027 A എന്നാണ് കൊടുത്തിരിക്കുന്നത്. ABCD അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. A എന്നുള്ളത് ജനുവരി മുതൽ മാർച്ച് വരെയാണ്. അതിനുള്ളിൽ നമുക്ക് പുതുക്കിയാൽ മതി.
ഇപ്പം എൻ്റേത് എ ആണ് കൊടുത്തിരിക്കുന്നത്. മാർച്ചിനുള്ളിൽ എനിക്ക് അടുത്ത വർഷം മാർച്ചിനുള്ളിൽ പുതുക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങ് ക്ലിക്ക് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ തന്നെ കാണുന്ന ഡൗൺലോഡ് ഐക്കണുണ്ട്. ആ ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പേരൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ എനിക്കറിയുന്നതിന് വേണ്ടിയിട്ട് പേരൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ ഇവിടെ ആട്ടോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആട്ടോമീറ്റർ 2026 എന്ന് ടൈപ്പ് ചെയ്യാം. 2026 ടൈപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ മുകളിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പിലോട്ടോ ഇതിലോട്ടോ സെൻഡ് ചെയ്യാം. അതിന് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെൻഡ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്ന് വാട്സപ്പിലോട്ടോ ഇതിലോട്ടോ വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പിലെ നമ്പറിലോട്ട് തന്നെ സെൻഡ് ചെയ്യുകയാണ്. കണ്ടല്ലേ, ഇതവിടെ സെൻഡ് ആയിട്ടുണ്ട്, PDF ആയിട്ട് സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ ചെന്നിട്ട് ഇത് അവരുടെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്താൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് പ്രിൻ്റ് എടുത്ത് തരാൻ സാധിക്കും. ഇത് നിങ്ങളുടെ വണ്ടിയിൽ സൂക്ഷിച്ചാൽ മതിയാവും. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായിട്ടും വിശദമായിട്ടുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും അറിയാനോ ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് തന്ന് അറിയിക്കുക. Okay, thank you.